ശ്രീ ആന്റണി രാജു, എന്തായാലും സെൻകുമാറിനെ ഒരു 12 ദിവസം കൂടി പുറത്തു നിർത്താൻ പറ്റിയതിൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കും ആശ്വസിക്കാം. പക്ഷേ ഇന്ന് പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞ കാര്യം താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇവിടെ ദോഷം സംഭവിച്ചിരിക്കുന്നത് ഉപദേശികൾക്കല്ല, LDF-നാണ്. താങ്കൾ മനസ്സിലാക്കുന്നില്ലേ ഇത്? പക്ഷേ ഇന്നത്തെ സുപ്രീം കോടതിയുടെ നമ്മളിതൊക്കെ പറയുമ്പോഴും സുപ്രീം കോടതി ക്ലാരിഫിക്കേഷൻ ഹർജി തള്ളി, 25,000 രൂപ അടയ്ക്കാൻ പറഞ്ഞു, ഇതിനെ വരാന്തയിൽ തള്ളി എന്നൊക്കെ പറയുമ്പോഴും സുപ്രീം കോടതി പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്. നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ക്ലാരിഫിക്കേഷൻ്റെ ഇന്ന ആ ജിയോയെ സംബന്ധിച്ച് യു ഗെറ്റ് ക്ലാരിഫിക്കേഷൻ ഫ്രം യുവർ അഡ്വൈസേഴ്സ്, ലീഗൽ അഡ്വൈസേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വെറുതെ തള്ളുമ്പോൾ പോലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ആ ഒരു ഉത്തരവ് ഓറലായിട്ടെങ്കിലും പാസ്സാക്കിയിട്ടുള്ളത്, അതിൻ്റെ സ്വാതന്ത്ര്യം കൂടി ഗവൺമെൻറ്റിന് കിട്ടി. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ ഉത്തരവ് നിങ്ങളുടെ ലീഗൽ അഡ്വൈസേഴ്സിൻ്റെ വ്യാഖ്യാനം അനുസരിച്ച് ചെയ്തോളാനുള്ള ഒരു അനുവാദം കൂടി, ഉത്തരവ് കൂടി ഉപദേശകരെ കേൾക്കാം. സുപ്രീം കോടതി എന്ന് പറഞ്ഞത് ലീഗൽ അഡ്വൈസേഴ്സിനോട് ചോദിച്ച് ചെയ്തോളൂ എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞത്. ശ്രീ PC വിശ്വനാഥ്, ഉപദേശകരെ കേൾക്കാം എന്നത് ഈ സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഉത്തരവിന്റെ പിൻബലത്തിലാണ് ശ്രീ ആന്റണി രാജു പറഞ്ഞത്. അത് സാധൂകരിച്ച് കിട്ടിയിരിക്കുകയാണ് എന്ന്. പ്രതിപക്ഷത്തിന് ഒരു ആരോപണമാണല്ലോ ഉപദേശിച്ച് മുഖ്യമന്ത്രിയെ ഒരു വഴിക്കാക്കി എന്നത്. CPI-യുടെയും ആരോപണം ഇത് തന്നെയായിരുന്നു. ഇന്ന് ഇതിലേറ്റവും വലിയ തമാശ, കോടതി അങ്ങനെയല്ല പറഞ്ഞത് എന്ന് ഇതിൽ ഏറ്റവും നന്നായി അറിയാവുന്ന ആന്റണി രാജു അങ്ങനെയാണ് പറഞ്ഞത് എന്ന് വ്യാഖ്യാനിക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൗതുകവും തമാശയും തോന്നുന്ന ഒരു കാര്യം. കോടതി അതല്ല പറഞ്ഞത്. നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് ക്ലാരിഫിക്കേഷനുമായിട്ട് ഇവിടെയല്ല വരേണ്ടത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലീഗൽ ഓഫീസേഴ്സിനോട് ചോദിച്ച് അവിടെ തീർത്താൽ മതിയായിരുന്നു. ഇത് പൊക്കിപ്പിടിച്ച് ഇവിടെ വരേണ്ട കാര്യമില്ല. ലീഗൽ അഡ്വൈസേഴ്സിനോട്, ലീഗൽ ഓഫീസേഴ്സിനോട്, ബന്ധപ്പെട്ട ആളുകളോട് അത് തന്നെ ഇതിന് ബന്ധപ്പെട്ട ചുമതലയുള്ള, ഇതിനു വേണ്ടി സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് കാശ് വാങ്ങുന്ന, നേരത്തെ രഞ്ജിത്ത് മാരാർ സൂചിപ്പിച്ചതുപോലെ ഭരണഘടനാ പദവിയുള്ള ചില ആളുകൾക്കൊക്കെ ആണെങ്കിൽ നിയമസഭയിൽ കസേരയുള്ള ആളുകളാണ്. അഡ്വക്കേറ്റ് ജനറലിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അഡ്വക്കേറ്റ് ജനറലിന് കസേരയുണ്ട് നിയമസഭയ്ക്കകത്ത്. നിയമസഭയിൽ ഒരു സീറ്റ് ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണ് അഡ്വക്കേറ്റ് ജനറലിന് വേണ്ടിയിട്ട്. അത്ര അധികാരം, സ്വതന്ത്ര അധികാരമുള്ള ആളാണ്. അവരോട് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ, അല്ലെങ്കിൽ അവർ ചെയ്താൽ മതിയായിരുന്നു എന്നാണ് കോടതി പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞത് എന്ന് നല്ലതെന്ന് അറിയാവുന്ന ആളാണ് ശ്രീ ആന്റണി രാജു. അതിന് പകരം ഉപദേശകന്മാർക്ക് സുപ്രീം കോടതിയുടെ അംഗീകാരം കിട്ടി, 8 ഉപദേശകന്മാരും സുപ്രീം കോടതിയാൽ ഉയർത്തപ്പെട്ടു എന്ന ന്യായീകരണമാണെങ്കിൽ ഞാൻ നമിച്ചു. 8 ആണോ 6 ആണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് മുഖ്യമന്ത്രിക്ക് പോലും. ശ്രീ രാജു അബ്രഹാം, ഉപദേശികൾക്ക് കിട്ടിയ അംഗീകാരമാണോ ഇത്? അല്ല, നമ്മളങ്ങനെ ഉപദേശികൾ എന്ന രൂപത്തിലേക്ക് നമ്മൾ പറയരുത്. കാരണം എല്ലാ മുഖ്യമന്ത്രിമാർക്കും അഡ്വൈസേഴ്സ് ഉണ്ടായിരുന്നു. അതൊരു യാഥാർത്ഥ്യമല്ലേ. ഇപ്പോ മുമ്പ് പല ഘട്ടങ്ങളിലും വന്ന അഡ്വൈസേഴ്സിനെ സംബന്ധിച്ച് പലരെയും പല ഘട്ടങ്ങളിലും പുറത്താക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഒരു മുഖ്യമന്ത്രി എല്ലാം തികഞ്ഞവനാണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മൾ ഒരു വ്യക്തിയും എല്ലാം തികഞ്ഞവരല്ല. അങ്ങനെ വരുമ്പോൾ വിവിധ രംഗങ്ങളിലെ സാങ്കേതിക വിദഗ്ധന്മാർ, നിയമവിദഗ്ധന്മാർ, അത്തരത്തിലുള്ള ആളുകളെ അഡ്വൈസേഴ്സായി വെക്കുന്നത് കൊണ്ട് ഇവിടെ ഉപദേശി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കളിയാക്കാം. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. അതെല്ലാം തികഞ്ഞവരാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ പോയി പടുകുഴിയിൽ വീണ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷേ LDF-നകത്ത് നിന്ന് തന്നെ ഇത്തരമൊരു ആരോപണം വന്നിരിക്കുകയാണ്. ശ്രീ രാജു അബ്രഹാം, പന്ന്യൻ രവീന്ദ്രൻ ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ദോഷം ഉപദേശികൾക്കല്ല, LDF-നാണ്. മാത്രമല്ല, ഈ കോടതി ചെലവ് വന്നിട്ടുണ്ടല്ലോ 25,000 രൂപ, അതെവിടെ നിന്നാണ് കൊടുക്കേണ്ടത്? ഈ ഉപദേശികളുടെ കയ്യിൽ നിന്ന് കൊടുക്കണമെന്ന് പന്ന്യൻ രവീന്ദ്രന്റെ വാക്കുകളാണ്. അപ്പോൾ LDF-ൽ തന്നെ ഇക്കാര്യത്തിൽ സ്വരച്ചേർച്ചയുണ്ട്. കോടതി ചെലവ് 25,000 രൂപ മാത്രമല്ലല്ലോ, കോടതി ഗവൺമെന്റിന് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകർക്ക് പണം കൊടുക്കും. വേണം എല്ലാം കൂടി ഒരു 3 ലക്ഷം രൂപ ഉണ്ടാവുമായിരിക്കും അല്ലേ? 3.5 ലക്ഷം രൂപ ഉണ്ടാവും. അതിനേക്കാളും കൂടും. അതിലും കൂടും. ഞാൻ പറഞ്ഞ ഈ വ്യക്തതാ ഹർജിയുടെ സമയത്ത് മാത്രമാണ്. വ്യക്തതാ ഹർജിയുടെ സമയത്ത് മാത്രമാണ്. ചിലപ്പോൾ അത് കോടികളിലേക്ക് വരാം. അതിനെന്താ സംശയം? ഇതൊന്നും ആദ്യത്തെ സംഭവമാണോ? ഗവൺമെന്റ് സുപ്രീം കോടതി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ചെലവുണ്ടാവും. പക്ഷേ ഇവിടെ അല്ല, ഈ വ്യക്തതാ ഹർജിയുടെ കാര്യത്തിൽ ജയ്ദീപ് ഗുപ്തയ്ക്കും സിദ്ധാർത്ഥ് ലൂത്രയ്ക്കും കൂടി കൊടുക്കേണ്ടി വരുന്നത് അത്ര വലിയ തുകയായിരിക്കില്ല. ഇപ്പോൾ ഹരീഷ് സാൽവെ ഹാജരായിരുന്നില്ലല്ലോ. പറയാൻ ഒക്കില്ല. സുപ്രീം കോടതി ആയതുകൊണ്ട്, ഗവൺമെന്റും കൂടെ കക്ഷി ആയതുകൊണ്ട് അവർക്ക് എത്ര വേണമെങ്കിലും ചോദിക്കാമല്ലോ. എന്നാൽ എന്തായാലും ഇക്കാര്യത്തിൽ പന്ന്യൻ രവീന്ദ്രന്റെ അഭിപ്രായം ഇത് താങ്കൾ എങ്ങനെ കാണുന്നു? തള്ളുമോ കൊള്ളുമോ? പന്ന്യൻ രവീന്ദ്രൻ വലിയൊരു നേതാവാണ്. അദ്ദേഹത്തിന്റെ
അടുത്തെത്താനുള്ള യോഗ്യതയൊന്നും ഞങ്ങൾക്കില്ല. അപ്പൊ അദ്ദേഹത്തെ ഒക്കെ പറയുന്ന കാര്യങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ തീർച്ചയായിട്ടും വലിയ മോഹനിക്ക് എടുക്കേണ്ട അഭിപ്രായങ്ങളാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി കമന്റ് പറയാൻ ഞാൻ എളിയവനാണ്, ദാസനാണ്, ഞാൻ ആളല്ല. ശരി ശ്രീ രാജു അബ്രഹാം, ഞാൻ ഇടപെടുകയാണ്. ഒരു ഇടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം ടോമിൻ തച്ചങ്കരിയെ പോലീസ് ആസ്ഥാനത്ത് എത്തിച്ചത് സെൻകുമാറിന്റെ നിയമനത്തിനുള്ള മുന്നൊരുക്കമോ? ഇടവേളയ്ക്ക് ശേഷം. ശ്രീ രഞ്ജിത്ത് മാരാർ, ഇന്ന് സുപ്രീം കോടതിയിൽ സെൻകുമാറിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യമാണല്ലോ, സംസ്ഥാന പോലീസിൽ വ്യാപകമായ സ്ഥലം മാറ്റങ്ങൾ ധൃതി പിടിച്ച് നടക്കുന്നു. സെൻകുമാറിനെ നിയമിക്കാതിരുന്നത് ഇതിനിടയ്ക്കുള്ള ഈ ഒരു താമസം വരുന്നത് ഈ സ്ഥലം മാറ്റങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണെന്ന് ഇത് ഗൗരവമായി തന്നെ സുപ്രീം കോടതി എടുക്കുകയുണ്ടായില്ലേ? ഇക്കാര്യം ദുഷ്യന്ത് ദവെ വാദിച്ചതിന് ശേഷമാണ്, ഇക്കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് ശേഷമാണല്ലോ ഇങ്ങനെ IA ആപ്ലിക്കേഷൻ, അതായത് ആപ്ലിക്കേഷൻ ഫോർ ക്ലാരിഫിക്കേഷൻ, ഇത് ക്യാൻസൽ ചെയ്യുന്നു, ഇത് തള്ളുന്നു എന്ന കാര്യം സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായതും അതോടൊപ്പം തന്നെ ഈ കോടതി ചെലവും നൽകണമെന്ന നിർദ്ദേശം സുപ്രീം കോടതി മുന്നോട്ട് വെച്ചതും. അത് തെറ്റാണ്, അത് ശരിയല്ല. അത് ദുഷ്യന്ത് ദവെ അങ്ങനെ ഒരു വാദം പറഞ്ഞിരുന്നെങ്കിൽ പോലും സുപ്രീം കോടതി അത് കൺസിഡർ ചെയ്തിട്ടില്ല. കൺസിഡർ ചെയ്തത് ഇവരുടെ ആപ്ലിക്കേഷൻ ഫോർ ക്ലാരിഫിക്കേഷനിൽ മെറിറ്റൊന്നുമില്ല, അതുകൊണ്ടിട്ട് അത് ഞങ്ങൾ എന്തായാലും പരിഗണിക്കുന്നില്ല, അതുകൊണ്ടിട്ട് യു വിൽ ഹാവ് ടു. അപ്പോൾ ആ സമയത്താണ് സിദ്ധാർത്ഥ് ലുത്ത അത് വിഡ്രോ ചെയ്യാനും ആ സമയത്ത് കോൺസിക്വൻഷ്യലായിട്ട് 25,000 അവർ മൈൻഡ് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും തമ്മിൽ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് ജഡ്ജിമാരുടെ മൈൻഡിൽ കയറി പറയാൻ പറ്റില്ല, പക്ഷേ ആ ഒരു അറ്റ്മോസ്ഫിയർ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത് ഇവർ രണ്ടുപേരും ഡിസ്കസ് ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ ഈ ഓർഡറിൻ്റെ കംപ്ലൈ ചെയ്യണതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 9th വെച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും പറഞ്ഞു കോടിക്കണക്കിന് രൂപ സുപ്രീം കോടതിയിൽ ചിലവാക്കിയെന്ന്. ഈ സർക്കാരിന് ഈ മാത്രം എന്താ ഇത്ര പൈസ ചിലവാക്കണതിൽ ഒരു നാണക്കേട് ഉളുപ്പും തോന്നുന്നില്ല. ഇത്രയും പൈസ ആരുടെ പൈസയാണ്? എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതോ മറ്റേ ഇദ്ദേഹത്തിൻ്റെ എന്താ രാജു എബ്രഹാമിൻ്റെ വീട്ടിൽ നിന്നോ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവന്ന പൈസയൊന്നും അല്ല ഇത്. ഇങ്ങനെ എടുത്തിട്ട് ഒരു ചെറിയ പെറ്റി ലീഗൽ ഇഷ്യൂസിന് വേണ്ടി ചിലവാക്കാനായിട്ട് 25,000 ഒരു വലിയ എമൗണ്ട് ആയിരിക്കില്ല. ഈ എല്ലാ കേസിലും ഉണ്ടല്ലോ, മറ്റേ ഗോവിന്ദ സ്വാമിയുടെ കേസിൽ എത്ര പൈസയാണ് ചിലവാക്കിയത്? എന്താവശ്യത്തിന് അവസാനം നടന്നത്? ഒരു പബ്ലിക് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിറ്റിഗേഷൻ നടത്താനായിട്ട് ആവശ്യത്തിൽ കൂടുതൽ ആദ്യം ഫസ്റ്റ് റൗണ്ടിൽ ഇതൊന്നും ചെയ്യില്ല. ഫസ്റ്റ് റൗണ്ടിൽ ചെയ്യാതെ ഈ പെറ്റി ഇഷ്യൂസിലുള്ള ലിറ്റിഗേഷൻ എന്ത് സംഭവിച്ചു? അൾട്ടിമേറ്റ്ലി സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ ഇഷ്യൂ നടന്നത് കൊണ്ടിട്ട് എന്ത് വലിയൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്? ഈ 1 ഇയറിലുള്ള പോലീസ് അഡ്മിനിസ്ട്രേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഐ വിൽ സേ ഇതൊരു ബ്ലെസ്സിങ് ഇൻ ഡിസ്കൈസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. വേറൊരു ഓഫീസ് വരുന്നത് ഇനിയെങ്കിലും ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ കേരളത്തിൽ നന്നാവാൻ വേണ്ടിയിട്ട് സംഭവിക്കുമെന്ന് മാത്രമേ നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. വളരെ വളരെ പെറ്റിയായിട്ടോ വളരെ കാഷ്വലായിട്ട് പറഞ്ഞു കോടിക്കണക്കിന് രൂപ സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി ചെലവാക്കിയെന്ന്. ഒട്ടും ഇറസ്പോൺസിബിൾ ആയിട്ടാണ് ആ ഒരു സംസാരം ഉണ്ടായിരിക്കുന്നത്. ഇത് ഇവരുടെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവരാത്തതായത് കൊണ്ടിട്ട് അവർക്ക് അങ്ങനെ പലതും പറയാം. പിണറായി വിജയന്റെ പിടിവാശിക്ക് ചെലവും പിഴയും നൽകാനാണോ സർക്കാർ ഖജനാവ്? ഇതാണ് ശ്രീ രഞ്ജിത്ത് മാരാർ ഉന്നയിച്ച ചോദ്യം. രഞ്ജിത്ത് മാരാർ ആ ചോദ്യം ഉന്നയിക്കുന്നതിനകത്ത് യാതൊരു അപാകതയുമില്ല, ജനങ്ങളൊക്കെ അത് ചോദിക്കുന്നതിനും കൂടെ. പക്ഷേ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അധികാരമേറ്റ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ ആ ഭരണമാറ്റം ജനങ്ങളിൽ പ്രതിഫലിപ്പിക്കാൻ ആവശ്യമായ മാറ്റങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ നടത്തുവാനുള്ളൊരു അധികാരം ജനാധിപത്യ സംവിധാനത്തിൽ അൾട്ടിമേറ്റായിട്ട് ഗവൺമെൻറ്റിനാണ്. അതിനെ ചോദ്യം ചെയ്യുമ്പോൾ അതിനെതിരെ നിയമപരമായ പോരാട്ടം നടത്തുക എന്നുള്ളത് ഒരു സംസ്ഥാനത്തിൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നം കൂടെയാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു കുറേ പണം ചിലവായി എന്നുള്ളത് നമുക്കൊക്കെ വ്യാഖ്യാനിക്കാമെങ്കിൽ എല്ലാ ഗവൺമെന്റ് കാലത്തും ഇതൊക്കെ ഉണ്ടാകാറുള്ളതാണ്. ഇപ്പോൾ അടുത്ത് തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ സെൻകുമാറിന്റെ നിയമനത്തിലുള്ള മുന്നൊരുക്കം എന്ന രീതിയിൽ പോലീസ് ആസ്ഥാനത്ത് വലിയ മാറ്റങ്ങൾ നടക്കുകയാണ്. തച്ചങ്കരി ഇപ്പോൾ പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു ADGP ആയിട്ട്. അല്ല, ഞാൻ പറയട്ടെ, ഈ സെൻകുമാറിന് ഇനി എത്ര ദിവസമാണ് ഉള്ളത് ഈ DGP ആയിട്ട്? ഈ മെയ് മാസം 21-ാം തീയതി വരെ ഉള്ളൂ. അദ്ദേഹം റിട്ടയർ ചെയ്യുന്നത് ജൂൺ മാസം 30 അതായത് കൃത്യം 2 വർഷമാകുമ്പോൾ കാരണം നിയമപരമായി വേണമെങ്കിൽ ഗവൺമെന്റ്
കുറഞ്ഞത് 2 വർഷം ഇരുത്തണം. അതെ, 2015 മെയ് 22-നാണ് അദ്ദേഹത്തെ പോസ്റ്റ് ചെയ്തത്. 2017 മെയ് 21 ആകുമ്പോൾ അദ്ദേഹത്തിന് 2 വർഷം തികയുന്ന മുറയ്ക്ക് വേണമെങ്കിൽ ഈ നൂലാമാലകളൊന്നും ഇല്ലാതെ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് തന്നെ വേണമെങ്കിൽ സ്വാഭാവികമായിട്ടും പോലീസ് ആക്ടിന്റെ 97 വകുപ്പ് അനുസരിച്ച് 2 വർഷം ലോ ആൻഡ് ഓർഡറിൽ 2 വർഷം. PC വിശ്വനാഥ് കാര്യം പിടികിട്ടിയല്ലോ. വിരമിക്കുന്ന ദിവസം വരെ അദ്ദേഹത്തെ ഇരുത്തുവാൻ സാധ്യതയില്ല എന്ന്. അപ്പൊ അതുകൊണ്ട് ഇവിടെ അങ്ങ് ട്രാൻസ്ഫറിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇവിടെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിന് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള അധികാരമൊന്നുമില്ല. ആ അധികാരത്തിനേക്കാൾ വലുതാണ് ഗവൺമെന്റ് മുകളിൽ ഇറക്കിയാലും അതിനെ സ്റ്റേ ചെയ്യാനുള്ള അധികാരം. ശരി ശ്രീ PC വിശ്വനാഥ്, ഒരു കാര്യം ശ്രീ ആന്റണി രാജുവിന്റെ വാക്കുകളിൽ കേട്ടുവല്ലോ. ഈ UDF സർക്കാർ നിയമിച്ച് കൃത്യം 2 വർഷം തികയുമ്പോൾ, അതായത് മെയ് 22 തികയുമ്പോൾ വേണമെങ്കിൽ മാറ്റാം, അതിന് മടിക്കില്ല എന്ന്. അല്ല, കുറച്ച് ദിവസം കൂടെ അദ്ദേഹത്തെ ഇരുത്തിയാൽ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഗവൺമെന്റിന് നല്ലതാണ്. ഒരു കഴിവുള്ള ഉദ്യോഗസ്ഥൻ ഇരുന്നാൽ ഈ ലോ ആൻഡ് ഓർഡർ ഒന്നും നന്നാവും. അല്ല, വീണ്ടും ഈ 1 കൊല്ലമായി കേൾക്കുന്ന ചീത്തപ്പേര് ആവർത്തിക്കാൻ, വീഴ്ച പറ്റി എന്ന് 100 വട്ടം പറഞ്ഞ മുഖ്യമന്ത്രി 101 തവണ പറയാൻ വേണമെങ്കിൽ 21-ാം തീയതി അദ്ദേഹത്തെ മാറ്റി. ശരി, നന്ദി ശ്രീ PC വിശ്വനാഥ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.